സാധാരണഗതിയിൽ ഒരാൾക്ക് നടുവേദന ഉണ്ടാകുന്നതിന് 5 കാരണങ്ങളാണുള്ളത്. ബിസിറ്റിയുടെ പഠനമനുസരിച്ച് പൊതുവായി ഈ 5 കാരണങ്ങൾ മാത്രമാണ് നടുവേദനയുടെ കാരണമായിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഈ 5 കാരണങ്ങളിൽ ഓരോ കാരണങ്ങളും എന്തൊക്കെയാണ്, അതിന് ബിസിറ്റിയുടെ ടിപ്സ് അനുസരിച്ച് എങ്ങനെയാണ് ആ നടുവേദന പരിഹരിക്കാൻ കഴിയുക എന്നാണ് ഈ വീഡിയോയിൽ വിശദമായി നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നടുവേദനയുടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഹിപ്പ് ബോൺ എന്ന് പറയുന്ന, പെൽവിക് എന്ന് പറയുന്ന ഈ ഭാഗം അത് പൊങ്ങിയും താന്നും ഇരിക്കുന്ന അവസ്ഥയാണ് നടുവേദനയുടെ ഏറ്റവും സുപ്രധാനമായ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നടുവേദന അനുഭവിക്കുന്നതിൻ്റെ ഒരു സുപ്രധാനമായ കാരണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പെൽവിക്ക് ചെരിഞ്ഞുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. പൊതുവേ നമുക്കറിയാം, സ്ത്രീകളാണെങ്കിൽ അടുക്കളകളിൽ ഏറ്റവും അധിക സമയം നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അധിക സമയം നിൽക്കുമ്പോൾ 2 കാലിലും ബലം കൊടുത്ത് നിൽക്കാൻ കഴിയാതിരിക്കുകയും ഒരു കാലിലേക്ക് ബലം കൊടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഷേപ്പിൽ തന്നെ ഒരു വ്യത്യാസം സംഭവിക്കും. അങ്ങനെ നിരന്തരമായി അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പെൽവിക്ക് ഒന്ന് പൊങ്ങുകയും മറ്റേത് താഴുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ആണുങ്ങളിലാണെങ്കിൽ അധിക ആളുകൾക്കും അധിക നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന, കസേരകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അധിക നേരം ഡ്രൈവ് ചെയ്യുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അധിക ആളുകളും നല്ല കട്ടിയുള്ള പേഴ്സുകൾ അവരുടെ ബാക്ക് പോക്കറ്റിൽ വെച്ചിട്ടാണ് ഇരിക്കുകയും അതുപോലെ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവർ ആ കട്ടിയുള്ള പേഴ്സ് അവരുടെ ബാക്ക് പോക്കറ്റിൽ വെച്ചിട്ട് അവരിയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇഷ്യം ബോൺ എന്ന് പറയുന്ന ആ ഭാഗത്താണ് ആ പേഴ്സ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ പേഴ്സിൻ്റെ കനം കാരണം ആ ഇഷ്യം ബോൺ ഒരു ഭാഗത്തേത് പൊങ്ങുകയും അതിൻ്റെ ഭാഗമായി മറ്റേ ഭാഗം താഴുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മളുടെ ഹിപ്പ് ബോണ് പൊങ്ങുകയും, പെൽവിക് ബോണ് പൊങ്ങുകയും താഴുകയും, അത് പെൽവിക് ടിൽറ്റിംഗ് എന്നാണ് അതിന് പറയുക, പൊങ്ങുകയും താഴുകയും ചെയ്യും. ഇതാണ് നല്ലൊരു ശതമാനം ആളുകളും നടുവേദന അനുഭവിക്കുന്നതിൻ്റെ കാരണം. ഇത് ബിസിറ്റിയുടെ ടിപ്സ്. ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നതൊരു സ്വാഭാവികമായ ചോദ്യമാണ്. പല രീതിയിൽ നമുക്ക് നമ്മളുടെ ഹിപ്പ് ബോണ് പൊങ്ങിയും താഴ്ന്നയും ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ ടിൽറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ കട്ടിലിൽ നിവർന്ന് കിടക്കുകയും എന്നിട്ട് നമ്മളുടെ 2 കാലിൻ്റെയും ഉപ്പൂറ്റി ഭാഗങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊങ്ങിയും ഇരിക്കുന്നത് കാണാൻ കഴിയും. അതായത് ഒരു കാലിൻ്റെ നീളം കൂടുതലും മറ്റേ കാലിൻ്റെ നീളം കുറവുമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ നീളം കൂടിയ കാലിൻ്റെ ഭാഗത്തെ ഹിപ്പ് ബോണ് താഴ്ന്നിരിക്കുകയാണ് എന്നും മറ്റേ ഭാഗം പൊങ്ങിയിരിക്കുകയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ഈ തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഹിപ്പ് ബോണിൽ അമർത്തുമ്പോൾ 2 ഭാഗത്തും നമ്മളൊന്ന് അമർത്തി നോക്കുക. അമർത്തി നോക്കുമ്പോൾ കൂടുതൽ വേദന ഏത് ഭാഗത്താണോ തോന്നുന്നത് ആ ഭാഗത്തെ ഹിപ്പ് ബോൺ പൊങ്ങിയും മറ്റേ ഭാഗം താഴ്ന്നുമാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ബിസിറ്റിയുടെ ടിപ്സ് അനുസരിച്ച് നമുക്ക് ഹിപ്പ് ബോൺ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് ഏത് ഭാഗമാണ് താഴ്ന്നിരിക്കുന്നത് എന്നാണ്. സാധാരണ മറ്റുള്ള തെറാപ്പികളിൽ, സാധാരണഗതിയിൽ ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. ഈ സ്ട്രക്ചറൽ തെറാപ്പികളിലെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഏത് ഭാഗമാണ് പൊങ്ങി നിൽക്കുന്നത് എന്ന് കണ്ടെത്തി ആ പൊങ്ങിയ ഭാഗം അല്പം പ്രഷർ കൊടുത്തുകൊണ്ട് താഴ്ത്തുന്ന രീതിയാണ് മറ്റ് സ്ട്രക്ചറൽ തെറാപ്പികളിലെല്ലാം, കായികക്ഷമത ആവശ്യമുള്ള തെറാപ്പികളിലൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്നത്. പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെ കണ്ടെത്തുക, എന്നിട്ട് ആ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തെ പ്രഷർ കൊടുത്ത് താഴേക്കാക്കുക എന്ന രീതിയാണ് അതിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ബിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ പൊങ്ങി നിൽക്കുന്ന ഭാഗം ബലം പ്രയോഗിച്ചുകൊണ്ട് താഴ്ത്തേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ കണ്ടെത്താൻ നോക്കുന്നത് താഴ്ന്ന ഭാഗം ഏതാണെന്നാണ്. എന്നിട്ട് ആ താഴ്ന്ന ഭാഗത്തെ ബിസിറ്റിയുടെ ടിപ്സ് അനുസരിച്ച് ഉയർത്തുക എന്നതാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്കതിന് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ താഴ്ന്ന ഭാഗം കണ്ടെത്തുന്നു. എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രതലമാണ്, അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പുള്ള തടിയുടെയോ അല്ലെങ്കിൽ മറ്റോ ഒരു കസേരയാണ് നമുക്ക് ആവശ്യം. അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള പ്രതലം, കുഷ്യനല്ലാത്ത ഒരു ഹാർഡായിട്ടുള്ള പ്രതലം വേണം. കാലുകൾ നിലത്ത് ചവിട്ടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇവിടെ നമ്മൾ രോഗിയെ നമ്മൾ ഈ കസേരയിൽ ഇരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗമാണോ താഴ്ന്നിരിക്കുന്നത് ആ താഴ്ന്ന ഭാഗത്തെ ബട്ടക്സിൻ്റെ അടിയിൽ നമ്മളുടെ ബ്ലോക്ക് വെക്കുന്നു. എന്നിട്ട് ആ ബട്ടക്സ് ആ ബ്ലോക്കിലും
മറ്റേ ബട്ടക്സ് കസേരയുടെ പ്രതലത്തിലും മുട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെരിച്ചിരുത്തണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, എൽ ഷേപ്പിലുള്ളൊരു കസേര ഉണ്ടാകണം, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രതലമായിരിക്കണം, കുഷ്യനുള്ളതാകാൻ പാടില്ല. ഏത് പെൽവിക്കാണോ താന്നിരിക്കുന്നത് ആ താന്നിരിക്കുന്ന പെൽവിക്കിൻ്റെ ബട്ടക്സിനടിയിൽ നമ്മളൊരു കട്ടിയുള്ള ബുക്കോ അതോടൊപ്പം നമ്മുടെ കട്ടിയുള്ള ബ്ലോക്കോ വെക്കുന്നു. എന്നിട്ട് ആ ബട്ടക്സ് ആ ബ്ലോക്കിൻ്റെ മുകളിൽ വെക്കുക. മറ്റേ ബട്ടക്സ് കസേരയുടെ പ്രതലത്തിൽ മുട്ടണം. ഈ രീതിയിൽ ഇങ്ങനെ സൈഡ് ചെരിച്ച് ഒന്ന് ഇരുത്തുക. ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ആ 5 മിനിറ്റ് കൊണ്ട് തന്നെ ആ പെൽവിക്ക് ആ ബോഡിയിൽ ഉണ്ടാകുന്ന ആ പ്രഷർ ജനറേറ്റ് ചെയ്യുകയും ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ആ താഴ്ന്നിരിക്കുന്ന ബോണ് മുകളിലോട്ട് പൊങ്ങുകയും അതിലൂടെ ഇത് രണ്ടും ഈക്വലായി മാറുകയും ചെയ്യും. ആ ഈക്വലായി മാറുമ്പോൾ സാധാരണഗതിയിൽ നടുവേദന അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നല്ല വ്യത്യാസം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.